മാസ്റ്റർ കീ അക്കാഡമിയിലെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 3 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പം നമുക്ക് നേരിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അത് ആദ്യത്തെ ടോപ്പിക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. The components of a computer system. So the first thing you have to understand is what are the components of a computer system. So broadly speaking, this computer system is categorized into two. We are having hardware on one side and we are having software on another side. അപ്പോൾ നമുക്ക് ഈ കോമ്പണൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് ടേം എന്ന് പറഞ്ഞാൽ ആദ്യം ഹാർഡ്വെയർ എന്താണെന്ന് മനസ്സിലാക്കണം, അതിനുശേഷം സോഫ്റ്റ്വെയർ എന്താണെന്ന് മനസ്സിലാക്കണം. സോ വി നോ ദാറ്റ് both this hardware as well as software both are essential parts of a computer. അപ്പം ഒരു കമ്പ്യൂട്ടർ പ്രോപ്പറായിട്ട് ഓപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ ആവശ്യമാണ്? വി നീഡ് ബോത്ത് ദിസ് ഹാർഡ്വെയർ ആസ് വെൽ as software. So this hardware and software, these are the major components of any computer system. Fine. Now let's see in detail what are the components that comes under hardware as well as software. അപ്പം നമ്മൾ ഹാർഡ്വെയർ എന്താണെന്ന് മനസ്സിലാക്കി, അതോടൊപ്പം തന്നെ സോഫ്റ്റ്വെയർ എന്താണെന്ന് മനസ്സിലാക്കി. പിന്നെ നമ്മൾ അറിയണം നമ്മളുടെ ഹാർഡ്വെയറിനകത്ത് ഏതൊക്കെ കോമ്പണൻസ് ആണ് വരാൻ പോകുന്നത്, അതോടൊപ്പം തന്നെ നമ്മളുടെ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അതിന്റെ ഡിവിഷൻസ് ഏതൊക്കെയാണ്. റൈറ്റ്. അപ്പം ഈ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഇൻപുട്ട് ഡിവൈസുകളുണ്ട്. വി ആർ ഹാവിംഗ് ദിസ് ഇൻപുട്ട് ഡിവൈസ്, then we are having the output devices, we are having storage devices, and finally we are having this internal component. അപ്പം ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് എ ടച്ചബിൾ, the seeable, the portion of the computer you call by the name as what? Computer hardware. നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് അതോടൊപ്പം തന്നെ വ്യൂ ചെയ്യാൻ പറ്റുന്നൊക്കെ ആ കോമ്പണൻസിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നോക്കുന്ന സമയത്ത് അതിനകത്ത് എന്തൊക്കെ നമുക്ക് കാണാം? വി ആർ ഹാവിംഗ് ഇൻപുട്ട് ഡിവൈസസ്. ഏതൊക്കെയാണ്? കീബോർഡ്, മൗസ് പോലത്തെ ഇൻപുട്ട് ഡിവൈസുകൾ. അതോടൊപ്പം തന്നെ നമ്മുടെ മോണിറ്റർ പോലത്തെ നമ്മളുടെ ഔട്ട്പുട്ട് ഡിവൈസുകൾ ഉണ്ടാകാം. ദെൻ സ്റ്റോറേജ് ഡിവൈസുകൾ ഉണ്ടാകാം. ഏതാണ്? ഹാർഡ് ഡിസ്ക് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ CD ഡ്രൈവ് പോലെയോ അതല്ലെങ്കിൽ നമ്മുടെ DVD ഡ്രൈവ് പോലെയോ ഉള്ള നമ്മുടെ സ്റ്റോറേജ് ഡിവൈസുകളുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഇന്റേണൽ കോമ്പണൻസ് ഉണ്ട്. ഈ ഇന്റേണൽ കോമ്പണൻസ് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മൾ നമ്മുടെ ക്യാബിനറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേ. ആ ക്യാബിനറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാണാം? യു ക്യാൻ സീ ദ മദർ ബോർഡ്, ദ ഡിഫറെന്റ് ചിപ്പ് സെറ്റ്സ്, അല്ലെ? പലതരം ചിപ്പുകൾ കാണാം. അതോടൊപ്പം തന്നെ നമുക്ക് ആ മദർ ബോർഡ് എൻറ്റയർലി കാണാം, പോർട്ടുകൾ കാണാം. ഇതെല്ലാം എന്താണ്? ദീസ് ആർ കം അണ്ടർ ദ ഇന്റേണൽ കോമ്പണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. ഫൈൻ. അപ്പം നമുക്ക് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്താണ് എന്നുള്ള ഏകദേശം നമുക്കൊരു ധാരണയായി. Yes. Now let's move to the next portion. What is computer software? അപ്പോൾ ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഫോർ ഡൂയിങ് എ പെർട്ടിക്കുലർ ടാസ്ക്, അല്ലെങ്കിൽ ഇറ്റ്സ് എൻ ഇൻസ്ട്രക്ഷൻ ഫോർ ഡൂയിങ് എ പെർട്ടിക്കുലർ ടാസ്ക്. അതാണല്ലോ നമ്മൾ ഇതിനകത്ത് വരുന്നത്, നമ്മളുടെ സോഫ്റ്റ്വെയർ പോർഷനകത്ത് വരുന്നത്. അതായത് കമ്പ്യൂട്ടറിനെ കൊണ്ട് നമുക്കൊരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു പ്രൊവൈഡ് ഇറ്റ് വിത്ത് സം ഇൻസ്ട്രക്ഷൻ. നമ്മൾ അതിനെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വേണ്ട രീതിയിൽ ആ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൂടി ചേരുന്നതാണ് ഏതിൽ വരുന്നത്? വി കോൾ ഇറ്റ് ആസ് ദിസ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയർ തന്നെ പ്രധാനമായിട്ടും രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വി ആർ ഹാവിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഓൺ വൺ സൈഡ് ആൻഡ് ദ നെക്സ്റ്റ് വൺ വി കോൾ ബൈ ദ നെയിം ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത് ഏതാണ്? സിസ്റ്റം സോഫ്റ്റ്വെയറിനെ കുറിച്ചും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ചും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾക്കത് എന്തൊക്കെയാണ്, അതിനകത്ത് വരുന്ന ഏതൊക്കെ കാറ്റഗറീസ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യണം. സോ this components, two types. We are having hardware side, you are having the software side. On the hardware side you are having input devices, you are having output devices, you are having the storage devices along with internal components. Whereas on the software side what you are having? The system software along with application software. അപ്പം നമ്മൾ ഇനി ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് രണ്ട് ബേസിക് ടെർമിനോളജീസ് മനസ്സിലാക്കണം. എന്താണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ടെർമിനോളജി എന്ന് പറയുന്നത്? ഒരു ഇൻസ്ട്രക്ഷൻ എന്താണ്? The next one, what is a program? And the third one, what is a software? അല്ലെ? അപ്പം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയാലും സിസ്റ്റം സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് ടേമുകളാണ്. ദ ഫസ്റ്റ് വൺ, ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. ഈ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വൺ എന്താണ്? പ്രോഗ്രാം എന്താണെന്ന് നമുക്ക് അറിയണം. അത് മനസ്സിലായാൽ then you should understand what is software.
അപ്പം ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ഫോർ ഡൂയിങ് എ പെർട്ടിക്കുലർ ടാസ്ക് ബൈ ദ കമ്പ്യൂട്ടർ യു ഹാവ് ടു ഗീവ് സം ഇൻസ്ട്രക്ഷൻ. കമ്പ്യൂട്ടറിനെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു പ്രൊവൈഡ് ഇറ്റ് വിത്ത് സം ഇൻസ്ട്രക്ഷൻസ് അല്ലെ? ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്, അതിനെ വിളിക്കുന്ന പേരാണ് വി കോൾ ഇറ്റ് as ഇൻസ്ട്രക്ഷൻ. ക്ലിയർ? നൗ what is a program? These instructions are clubbed together to form a program അല്ലെ? ഇൻസ്ട്രക്ഷൻസ്, കുറെ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? We call it as a program. If instructions are grouped together, we will form a program. Fine. Then the third one, what is software? Software എന്ന് പറയുമ്പോൾ അപ്പൊ എന്താണ്? ഈ പ്രോഗ്രാമുകളെ ബണ്ടിൽ ചെയ്ത് we call it as a software. അപ്പൊ ആദ്യം ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് മനസ്സിലായി. ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോർ ഡൂയിങ് എ പെർട്ടിക്കുലർ ടാസ്ക് അല്ലെ? യു ഹാവ് ടു പ്രൊവൈഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കാര്യം കമ്പ്യൂട്ടറിനെ കൊണ്ട് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കമ്പ്യൂട്ടറിന്റെ അടുത്ത് പറയണം ദീസ് ആർ ദ തിങ്സ് യു ഹാവ് ടു ഡു. അതിനെ ഓരോ സ്റ്റെപ്പിനെയും നമ്മൾ എന്തെന്ന് വിളിക്കും? ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ വിളിക്കും. റൈറ്റ്? ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൂടെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെന്ന് വിളിച്ചു? വി കോൾ ഇറ്റ് as a പ്രോഗ്രാം എന്ന് വിളിച്ചു. ആൻഡ് ഇഫ് പ്രോഗ്രാംസ് ആർ ബണ്ടിൽഡ് ടുഗദർ ദെൻ വി കോൾ ഇറ്റ് as a സോഫ്റ്റ്വെയർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിച്ചു? സോഫ്റ്റ്വെയർ എന്ന് വിളിച്ചു. അപ്പോൾ ഈ മൂന്ന് ബേസിക് ടെർമിനോളജി നമുക്കൊന്ന് ക്ലാരിറ്റി വേണം. ആൻഡ് നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. റൈറ്റ്? നൗ ലെറ്റ്സ് സീ വാട്ട് ആർ ദ എക്സാമ്പിൾസ്. ഈ കാറ്റഗറൈസ് ചെയ്തു നമ്മൾ അല്ലേ? നമ്മൾ സോഫ്റ്റ്വെയറിനെ രണ്ട് കാറ്റഗറി ഉണ്ടോ എന്ന് പറഞ്ഞു. ആദ്യത്തെ കാറ്റഗറിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വിളിച്ചു. രണ്ടാമത്തെ കാറ്റഗറിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വിളിച്ചു. അപ്പം ഇഫ് യു ലുക്ക് ഓൺ ദ ഡെഫിനിഷൻ ഫോർ ബോത്ത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആസ് വെൽ ആസ് ദിസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, നമുക്ക് കുറെ അധികം ഡെഫിനിഷൻസ് കാണാം. എന്നാലും ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി we say that the system software are programs that is written for the system and the application software are programs that is written for computer users. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട്, പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഏത് ഡെഫിനിഷനാണ്? ഇറ്റ്സ് ബെസ്റ്റ് ടു യൂസ് ദിസ് ഡെഫിനിഷൻ. എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ? എന്താണ്? ഇറ്റ് ഇസ് എ പ്രോഗ്രാംസ് ദാറ്റ് ഈസ് റിട്ടൺ ഫോർ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ ഏത് കാറ്റഗറി വരുന്നു? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നു. മറിച്ച് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പ്രോഗ്രാം റിട്ടൺ ഫോർ കമ്പ്യൂട്ടർ യൂസേഴ്സ്. യൂസർ സൈഡ് അല്ലെ, യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം അല്ലെ? ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി, യൂസേഴ്സിന് വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാംസ്, അതെല്ലാം ഏത് കാറ്റഗറിയിൽ വരുന്നു? ദാറ്റ് കംസ് അണ്ടർ ദ കാറ്റഗറി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. So two category we are having. The first one we call it as system software and the next one we call by the name as application software. System software എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? It is for the system. It's the programs that are written for the computer system. We call it as system software. Whereas this application software are programs that is written for the computer users. Now let's move to the examples. അപ്പോൾ നമുക്കിനി അറിയണം ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണ്, അതിൻ്റെ ഒരു ബേസിക് ഡെഫിനിഷൻസ് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്, നമ്മൾ ഏതൊക്കെ സോഫ്റ്റ്വെയർസിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്, അതോടൊപ്പം തന്നെ നമ്മൾ അറിയണം നമ്മൾ ഏതൊക്കെ സോഫ്റ്റ്വെയറിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. ലെറ്റ്സ് സീ സം ഓഫ് ദി എക്സാമ്പിൾസ്. സോ ഇൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ദ ഫസ്റ്റ് കാറ്റഗറി ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എല്ലാം ഏത് കാറ്റഗറിയിൽ വരുന്ന സോഫ്റ്റ്വെയർ ആണ്? ദാറ്റ് കംസ് അണ്ടർ സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കൊരു വിൻഡോസ് ആകാം. വി ആർ ഹാവിംഗ് വിൻഡോസ്, വി ആർ ഹാവിംഗ് വിൻഡോസ്, then we are having Linux, okay, then you are having Unix. ഇതെല്ലാം ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്? ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇനി രണ്ടാമത്തെ കാറ്റഗറി വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിവൈസ് ഡ്രൈവേഴ്സ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിൽ പല ഡിവൈസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ഇൻസ്റ്റാളിംഗ് എ പ്രിന്റർ, സം സോർട്ട് ഓഫ് ഗ്രാഫിക്സ് കാർഡ്, അല്ലെ ചില സ്റ്റോറേജ് ഡിവൈസസ്, ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഡ്രൈവർ പ്രോഗ്രാമും കൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ആ ഡ്രൈവേഴ്സ് ഒക്കെ ഏതിന് എക്സാമ്പിൾ ആണ്? ദാറ്റ് ഓൾ കം അണ്ടർ വിച്ച് കാറ്റഗറി? ദാറ്റ് കംസ് അണ്ടർ സിസ്റ്റം സോഫ്റ്റ്വെയർ കാറ്റഗറി. ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് ഏത്? ഡിവൈസ് ഡ്രൈവേഴ്സ്. ഈ ഡിവൈസ് ഡ്രൈവറിന്റെ പ്രത്യേകത എന്താണ്? ആ ഡിവൈസ് ഡ്രൈവർ
എന്ത് ചെയ്യും? ആ പെർട്ടിക്കുലർ ഡിവൈസിനെ ഹാർഡ്വെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഫോർ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദാറ്റ് പെർട്ടിക്കുലർ ഡിവൈസ് ആൻഡ് ഹാർഡ്വെയർ യു റിക്വയർ വാട്ട്? യു റിക്വയർ എ ഡിവൈസ് ഡ്രൈവർ, ആൻഡ് ദാറ്റ് ഡിവൈസ് ഡ്രൈവർ ദാറ്റ് കംസ് അണ്ടർ വിച്ച് കാറ്റഗറി? അതൊരു സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. Then ഇത് കൂടാതെ യൂട്ടിലിറ്റീസ്, നമുക്ക് കുറേ യൂട്ടിലിറ്റീസ് ഉണ്ട്. യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ മെയിൻ്റനൻസിന് വേണ്ടി പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് ഉണ്ട് അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്കൊന്ന് ഡിസ്ക് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ ഡിഫ്രാഗ്മെന്റേഷൻ പ്രോസസ് ഉണ്ട്, ഇതല്ലെങ്കിൽ ആന്റിവൈറസ് പ്രോഗ്രാം ഉണ്ട്. ഇതെല്ലാം ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? These are all come under which category? That comes under utilities. So operating system, device drivers and utilities are best examples of which one? System software. അപ്പം സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന കാറ്റഗറിയുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം വി ആർ ഹാവിംഗ്, then device drivers we are having, and the third category we call it as utilities. ഇനി നമ്മൾക്ക് നോക്കാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന് ഏതൊക്കെയാണ് എക്സാമ്പിൾസ്. സോ ലെറ്റ്സ് സീ ദിസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സോ ഇറ്റ് ഈസ് ഫോർ ദ യൂസർ അല്ലെ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആകുമ്പോൾ അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? യൂസർക്ക് വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാം ആണ്. തീർച്ചയായിട്ടും അങ്ങനെ യൂസർക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുമ്പോൾ വി ആർ ഹാവിംഗ് വേർഡ് പ്രോസസ്സേഴ്സ്, സ്പ്രെഡ്ഷീറ്റ്സ് ആൻഡ് അതർ ആപ്ലിക്കേഷൻ പാക്കേജസ്. ഇപ്പൊ യൂസേഴ്സിന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന, ഇപ്പൊ ഫോർ എക്സാമ്പിൾ വേർഡ് പ്രോസസ്സർ ഉണ്ട്, സ്പ്രെഡ്ഷീറ്റ്സ് ഉണ്ട്, അതല്ലാത്ത ആപ്ലിക്കേഷൻ പാക്കേജസ് ഒക്കെ ഏതിന് എക്സാമ്പിൾ ആണ്? ദാറ്റ്സ് ഓൾ കം അണ്ടർ വിച്ച് സോഫ്റ്റ്വെയർ? ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പൊ നിങ്ങൾ മൈക്രോസോഫ്റ്റിന്റെ മൈക്രോസോഫ്റ്റ് വേർഡ് യൂസ് ചെയ്ത്, അല്ലെ മൈക്രോസോഫ്റ്റിന്റെ ഓഫീസ് എന്ന് പറഞ്ഞ ഒരു സ്യൂട്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ? തീർച്ചയായിട്ടും അതെല്ലാം ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ദാറ്റ് കംസ് അണ്ടർ വിച്ച് വൺ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ കാറ്റഗറി. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ ലെയേർഡ് ആർക്കിടെക്ചർ. അപ്പൊ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യണം അല്ലെ? നമ്മൾക്കറിയാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്, അതോടൊപ്പം തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കുകയാണ് വിച്ച് വൺ ഈസ് ക്ലോസർ ടു ദ ഹാർഡ്വെയർ. നമ്മുടെ ഹാർഡ്വെയറുമായിട്ട് ഏതാണ് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്? അപ്പം ഡെഫിനിഷനകത്ത് തന്നെ പറഞ്ഞു, ദ വൺ വിച്ച് ഈസ് ക്ലോസർ ടു വിച്ച് വൺ? നമുക്കറിയാം വൺ ഈസ് ദിസ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് ആക്ച്വലി ഡെവലപ്പ് ഫോർ വിച്ച് വൺ? വി ആർ ഡെവലപ്പിംഗ് ദ സിസ്റ്റം സോഫ്റ്റ്വെയർ ഫോർ ദ സിസ്റ്റം അല്ലെ? അത് പ്രോഗ്രാംസ് ആണ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ളത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആകുമ്പോൾ എന്താണ്? യൂസറിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കി, look at this diagram. This diagram will represent what? It's a layered view of the computer. So here we are having what? The hardware portion is here, right? On top of that, which one? We are having the system software, and top of that you are having the different application programs. So which one is closer to the hardware? Yes, definitely the system software is closer to the hardware. അപ്പൊ എപ്പോഴും നമുക്ക് അറിയേണ്ട ഒരു കാര്യം, നമ്മൾക്ക് ഹാർഡ്വെയറുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ ആരാണ്? അത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. നമുക്കറിയാം അത് എന്തിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്? സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. ദാറ്റ്സ് എ റീസൺ വൈ ഇറ്റ് ഈസ് ക്ലോസർ ടു ദ ഹാർഡ്വെയർ. വേറസ് on top of the system software you are having this application program. നമ്മുടെ ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് എല്ലാം എവിടെയാണ്? അതിന് മുകളിലായിട്ടാണ് വരുന്നത്. on top of the system software you can see. So this one is the layered architecture. അപ്പോൾ ഈ ഒരു ആർക്കിടെക്ചർ കാണുമ്പോൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നമുക്ക് ഇവിടെ എന്താണ്? ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഉണ്ട്, ഇവിടെ നമ്മളുടെ എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ഇതാണ് നമ്മുടെ മെഷീന്റെ ഹാർഡ്വെയർ നമ്മൾ മനസ്സിലാക്കി. ഇതുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് ആരാണ്? ഇറ്റ് ഈസ് ദിസ് സിസ്റ്റം സോഫ്റ്റ്വെയർ. സോ യു ഷുഡ് ഹാവ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് റിഗാർഡിംഗ് ദിസ് ലെയർഡ് ആർക്കിടെക്ചർ. എപ്പോഴും നമുക്കൊരു വിഷ്വലൈസേഷൻ ഉണ്ടാകണം. സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മളിപ്പോൾ കുറച്ച് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ നെയിംസേ പറഞ്ഞുള്ളൂ, പക്ഷെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും കുറെ അധികം സിസ്റ്റം സോഫ്റ്റ്വെയർസ്. അപ്പൊ ഇതൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ഒരു ധാരണ ഉണ്ടാകണം എന്താണ് വിച്ച് വൺ ഈസ് ക്ലോസർ. ദ സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് ഓൾവേസ് ക്ലോസർ ടു ദ ഹാർഡ്വെയർ കമ്പയർഡ് വിത്ത് ദ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആകുമ്പോൾ എന്താണ്? അതിന്റെ മുകളിലായിരിക്കും വരാൻ പോകുന്നത്. സി നൗ ലെറ്റ്സ് ലുക്ക്. നമ്മൾ രണ്ട് കാറ്റഗറീസ് ഓഫ് സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ നമ്മൾ ശരിക്കും നമ്മുടെ ഈ സോഫ്റ്റ്വെയറിനെ നമ്മൾ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്, റൈറ്റ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മൾ ലൈസൻസിങ് ഒന്ന് നോക്കും. ബേസ്ഡ് അപ്പോൺ ദ ലൈസൻസിങ് മോഡൽ we say that you are having proprietary as well as you are having open source. നമ്മൾ ആ സോഫ്റ്റ്വെയർ എന്ത് തരം ലൈസൻസിങ് മോഡലാണ് ഉപയോഗിക്കുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയാറുണ്ട് ഇത് ലൈസൻസ്ഡ് വേർഷൻ ആണോ
അതോ ഇത് ഓപ്പൺ സോഴ്സ് ആണോ? ലൈസൻസ്ഡ് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് എന്താണ്? വി കോൾ ഇറ്റ് ആസ് പ്രൊപ്രൈറ്ററി. നിങ്ങൾ തെറ്റി പോകണ്ട. ലൈസൻസ്ഡ് എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് എന്താണ്? ഇപ്പം ഓപ്പൺ സോഴ്സ് ആണെങ്കിലും അതിന് അതിൻ്റെതായ ലൈസൻസിങ് ഉണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്രൊപ്രൈറ്ററി ആകുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ലിമിറ്റേഷൻ എന്താണ്? നമുക്ക് സോഴ്സ് കോഡ് മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ എൻഡ് യൂസർക്ക് അവൈലബിൾ ആകില്ല. സോഴ്സ് കോഡ് ഒരിക്കലും എന്ത് കിട്ടില്ല? എൻഡ് യൂസർക്ക് അവൈലബിൾ ആക്കില്ല. നേരെ മറിച്ച് ഓപ്പൺ സോഴ്സ് ആകുമ്പോൾ നമുക്ക് എന്താണ്? നമുക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ടേക്ക് ദ സോഴ്സ് കോഡ്, യു ക്യാൻ മോഡിഫൈ ദാറ്റ്, യു ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ദാറ്റ്. അതാണ് ഈ പ്രൊപ്രൈറ്ററിയും അതോടൊപ്പം തന്നെ ഓപ്പൺ സോഴ്സും തമ്മിലുള്ള മേജർ ഡിഫറൻസ്. അപ്പം അതിനെ ബേസ് ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്. ഇത് കൂടാതെ ഇതിന്റെ ഡെലിവറി മോഡൽ നമ്മളൊന്ന് നോക്കും. വെദർ ഇപ്പൊ നമുക്കറിയാം നൗ എവറിത്തിങ് ഈസ് ഓൺ ദ ക്ലൗഡ്. ഇപ്പൊ ക്ലൗഡിലാണ്. അപ്പം ഓൺ പ്രിമിസസ് ആണോ അതോ ക്ലൗഡിലാണോ എന്ന് വെച്ച് അങ്ങനെയും ഒരു കാറ്റഗറി ഉണ്ട്. ദാറ്റ് വൺ വി കോൾ ഇറ്റ് ആസ് based upon the delivery model also we have categorized software. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും അല്ലാതെ തന്നെ ലൈസൻസിങ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ സോഫ്റ്റ്വെയറിനെ കാറ്റഗറൈസ് ചെയ്യും. എന്താണ്? either it is open source or proprietary. ഇനി രണ്ടാമത്തെ കാറ്റഗറി നമ്മൾ പറയും ഡെലിവറി മോഡൽ നമ്മൾ നോക്കും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയും വെദർ ഇറ്റ് ഈസ് ഓൺ പ്രിമിസസ് ആണോ ക്ലൗഡിലാണോ. റൈറ്റ്. ഇനി പർപ്പസ് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും അതിനെ കാറ്റഗറൈസ് ചെയ്യും. ബിസിനസ്, എഡ്യൂക്കേഷണൽ ആസ് വെൽ ആസ് എന്റർടൈൻ. എന്ത് പർപ്പസിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്? So based upon that we have categorized it into again different categories. That is either it is business, educational or entertainment. അപ്പം ഇങ്ങനെയും നമ്മൾ എന്തിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്? നമ്മളുടെ സോഫ്റ്റ്വെയറിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. Now ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ആർ ദ കോമ്പണൻസ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പം നമുക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ബിക്കോസ് നമ്മൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് അല്ലെ, നമുക്ക് എക്സാമിന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പലപ്പോഴും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പല കോമ്പറ്റേറ്റീവ് എക്സാംസും നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനകത്തൊക്കെ ക്വസ്റ്റ്യൻസ് എന്താണ്? ബേസ്ഡ് അപ്പോൺ ദ കോമ്പണൻസ്. അപ്പൊ ഈ കോമ്പണൻസ് പറയുമ്പം നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാകണം. വാട്ട് ആർ ദ ഡിഫറെന്റ് കോമ്പണൻസ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ? ഓക്കെ, we will discuss one by one. So the first category, it is the operating system. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നതാണ് നമ്മളുടെ ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു. അപ്പം ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹൈലൈറ്റ് നമുക്കറിയാം. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഓവറോൾ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നു, ഫയലുകളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നു, റിസോഴ്സുകളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നു. അങ്ങനെ ഓവറോൾ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ എല്ലാ പ്രോസസ്സുകളെയും മാനേജ് ചെയ്യുന്നു ആര്? നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. റൈറ്റ്. സോ എക്സാമ്പിൾസ് ഓഫ് ദാറ്റ് Windows, Linux, Unix, then you are having Mac OS. These are all examples of which one? Operating system. അപ്പം നമ്മളുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ കോമ്പണൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ കോമ്പണന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പം ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഓവറോൾ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നു, റിസോഴ്സുകളെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നു, ഫയൽ ആൻഡ് സ്റ്റോറേജുകളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നു, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെ ഓവറോൾ ഓപ്പറേഷൻസ് ഓഫ് ദ കമ്പ്യൂട്ടറിനെ മോണിറ്റർ ചെയ്യുന്ന ആളാരാണ്? ഇറ്റ് ഈസ് ദിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതിന് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിനകത്തെല്ലാം റോൾ ഉണ്ട്. അങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഫസ്റ്റ് കോമ്പണന്റ് ഓഫ് വിച്ച് വൺ? ദിസ്. അപ്പം അതിന് എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. വിൻഡോസ്, ലിനക്സ്, യുനിക്സ്, then we are having Mac OS also. Mac OS ഒക്കെ ഏതിന് എക്സാമ്പിൾ ആണ്? ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. Right. Now let's move to the second component. It is the device drivers. അപ്പൊ നമ്മൾ കണ്ടായിരുന്നു ഡിവൈസ് ഡ്രൈവറുകൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ രണ്ടാമത്തെ കോമ്പണൻസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. അപ്പൊ ഈ ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മുടെ കമ്പ്യൂട്ടറിൽ പല ഡിവൈസുകൾ ഉണ്ടാകാം അല്ലെ. അപ്പം എല്ലാ ഡിവൈസസിനും ദേ ഡസ് നോട്ട് റിക്വയർ ഡ്രൈവേഴ്സ്. കാരണം ചിലതിന് ബിൽറ്റ് ഇൻ ആയിട്ട് ഡ്രൈവേഴ്സ് ഉണ്ടാകും അല്ലെ. പക്ഷെ ചില കേസുകളിൽ എന്താണ്? നമുക്ക് ഡ്രൈവർ പ്രോഗ്രാമിന് നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഇൻസ്റ്റാൾ ദാറ്റ്. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എന്താണ്? ഒരു എക്സാമ്പിൾ എടുത്തു. വി ആർ ഹാവിംഗ് പ്രിന്റർ. ചില പ്രിന്ററുകളുണ്ട്, അതോടൊപ്പം തന്നെ ഗ്രാഫിക്സ് കാർഡുകളുണ്ട്, ചില സ്റ്റോറേജ് ഡിവൈസുകളുണ്ട്. ഇതിനെല്ലാം എന്ത് റിക്വയർഡ് ആണ്? ഡ്രൈവേഴ്സിന് റിക്വയർഡ് ആണ്. ഈ ഡ്രൈവർ പ്രോഗ്രാം എന്തിന് എക്സാമ്പിൾ ആണെന്ന് അറിയാമോ? ദാറ്റ്സ് അഗൈൻ ദ നെക്സ്റ്റ് കോമ്പണന്റ്. നമ്മളുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ മാത്രമല്ല, അതെന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ രണ്ടാമത്തെ കോമ്പണന്റ് കൂടിയാണ്.
അപ്പം എന്തുകൊണ്ട് why we require this device drivers? എന്താണ് ഈ ഡിവൈസ് ഡ്രൈവറിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ പെർട്ടിക്കുലർ ഡിവൈസും ഹാർഡ്വെയറുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഇൻസ്റ്റാൾ ദ ഡ്രൈവർ ഫോർ പ്രിന്ററിന്റെ ഡ്രൈവർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, ആ പ്രിന്ററിനെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആര് സ്മൂത്ത് ആക്കുന്നു, ഈ ഡ്രൈവർ പ്രോഗ്രാം സ്മൂത്ത് ആക്കുന്നു. സോ ദാറ്റ്സ് എ റെലവൻസ്. സോ വി ആർ ഹാവിംഗ് ദ സെക്കൻഡ് കോമ്പണന്റ്, ദാറ്റ് ഈസ് ഡിവൈസ് ഡ്രൈവർ. നമ്മൾ രണ്ടാമത്തെ കോമ്പണന്റ് നമ്മൾ കണ്ടു, അതേതാണ് ഡിവൈസ് ഡ്രൈവർ. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നു ദ തേർഡ് കോമ്പണന്റ്, ഇറ്റ് ഈസ് യൂട്ടിലിറ്റീസ്. മൂന്നാമത്തെ കോമ്പണന്റ് എന്ന് പറയുന്നത് എന്താണ്, യൂട്ടിലിറ്റീസ് ആണ്. അപ്പൊ ഈ യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മുടെ കമ്പ്യൂട്ടറിൽ പല ലെവൽ ഓഫ് മെയിൻ്റനൻസ് ഉണ്ട്. അപ്പം കമ്പ്യൂട്ടറിലെ മെയിൻ്റനൻസിന് എറർ കറക്ഷൻസിനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന പല പ്രോഗ്രാംസും ടൂൾസും എല്ലാം ഏതിൽ വരുന്നതാണ്, യൂട്ടിലിറ്റീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ആ യൂട്ടിലിറ്റീസ് ഏതിന് എന്താണ്, ദാറ്റ് കംസ് അണ്ടർ ദ തേർഡ് കോമ്പണന്റ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ മൂന്നാമത്തെ കോമ്പണന്റ് ആണ്. അപ്പൊ അവിടെ നമുക്കറിയാം വി ആർ ഹാവിംഗ് ആന്റിവൈറസ് പ്രോഗ്രാം അല്ലെ, ആന്റിവൈറസ് പ്രോഗ്രാമുകൾ ഉണ്ട്. അതുകൂടാതെ തന്നെ ഡിസ്ക് ക്ലീനപ്പ് ഉണ്ട്, ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ ഉണ്ട്. ഇതെല്ലാം ഏതിന് എക്സാമ്പിൾസ് ആണ്, നമ്മളുടെ യൂട്ടിലിറ്റി പ്രോഗ്രാംസിന് അല്ലെങ്കിൽ യൂട്ടിലിറ്റീസിന് എക്സാമ്പിൾ ആണ്. ആൻഡ് ദാറ്റ് കംസ് അണ്ടർ ദ തേർഡ് കാറ്റഗറി, ദാറ്റ് ഈസ് യൂട്ടിലിറ്റീസ്. അപ്പൊ നമ്മൾ മൂന്നാമത്തെ കോമ്പണന്റ് പഠിച്ചു ഏതിന്റെ, സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ. ആദ്യത്തെ കോമ്പണന്റ് എന്തായിരുന്നു, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. രണ്ടാമത്തെ കോമ്പണന്റ് എന്തായിരുന്നു, ഇറ്റ് ഈസ് എ ഡിവൈസ് ഡ്രൈവർ. മൂന്നാമത്തെ കോമ്പണന്റ് എന്തായിരുന്നു, ഇറ്റ് ഈസ് യൂട്ടിലിറ്റീസ്. അപ്പം നമ്മൾ അറിയണം ഈ ഓരോ കോമ്പണന്റും എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത്. യു ഷുഡ് ഹാവ് ആൻ അണ്ടർസ്റ്റാൻഡിങ്. നല്ല ഒരു ക്ലാരിറ്റിയിൽ നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്ത ഒരു കാറ്റഗറി അല്ലെങ്കിൽ അടുത്ത കോമ്പണന്റ് എന്ന് പറയുന്നത് എന്താണ്, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. അപ്പൊ നമ്മളുടെ ഡേ ബൈ ഡേ ലൈഫ് ആസ് കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ്, ആസ് കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരാളാണ് ആര്, ഈ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. അപ്പൊ എന്തിനാണ് ഈ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ വേണ്ടത്, നമുക്കറിയാം ദ കമ്പ്യൂട്ടർ ഇറ്റ്സ് എ ബൈനറി ഡിവൈസ്. അതിനെന്താണ് ഇറ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൺലി വാട്ട്, സീറോസ് ആൻഡ് വൺ. ബൈനറി ആണ്, സീറോയും വണ്ണും മാത്രമേ ആർക്ക് മനസ്സിലാവത്തുള്ളൂ, കമ്പ്യൂട്ടറിന് മനസ്സിലാവത്തുള്ളൂ. സോ ഫോർ കൺവേർട്ടിംഗ് ദിസ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ടു ദിസ് മെഷീൻ ലാംഗ്വേജ്, നമ്മളെല്ലാം എഴുതുന്ന ഏതിലാണ്, ഹൈ ലെവൽ ലാംഗ്വേജിലാണ് നമ്മൾ എഴുതുന്നത് അല്ലെ. ഈ ഹൈ ലെവലിനെ നമുക്ക് എന്ത് ചെയ്യണം, മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് നമ്മളെ സഹായിക്കുന്നു വിച്ച് വൺ, ദിസ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. അപ്പം രണ്ട് കാറ്റഗറി നമ്മൾ മേജർ ആയിട്ടുണ്ട്. വി ആർ ഹാവിംഗ് കമ്പൈലേഴ്സ് ഓൺ വൺ സൈഡ് ആൻഡ് നെക്സ്റ്റ് വൺ വി ആർ ഹാവിംഗ് ഇന്റർപ്രറ്റേഴ്സ്. അവിടെ നമുക്ക് ഏതൊക്കെയാ ഉള്ളത്, കമ്പൈലറുകളുണ്ട്, നമ്മൾക്ക് ഇന്റർപ്രറ്ററുകളുണ്ട്. ഇതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. ഈ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ അടുത്ത ഒരു കോമ്പണന്റ് ആണ്. ഫൈൻ. ഇനി നമുക്ക് നോക്കണം the next one is middleware. അടുത്ത കോമ്പണന്റ് എന്ന് പറയുന്നത് എന്താണ്, മിഡിൽവെയർ ആണ്. അപ്പം ഈ സോഫ്റ്റ്വെയർസ് ആകുമ്പം അതിന്റെ ഇടയ്ക്ക് എന്താണ്, പല ഡൈവേഴ്സിറ്റീസും ഉണ്ടാകും. പല പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വന്നതാകാം, പല എൻവയോൺമെന്റിൽ റൺ ചെയ്യുന്നവയാകാം. അപ്പൊ അതെല്ലാം പരസ്പരം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മെ സഹായിക്കുന്നത് ആരാണ്, ഇറ്റ് ഈസ് എ റോൾ ഓഫ് ദിസ് മിഡിൽവെയർ. ദ മിഡിൽവെയർ ഈസ് ഡൂയിങ് ദാറ്റ് ടാസ്ക്. സോഫ്റ്റ്വെയർസ് പരസ്പരം പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിന്റെ ആ ഒരു ഡൈവേഴ്സിറ്റി ഇല്ലാതെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത് ആരാണ്, ഈ മിഡിൽവെയറുകളാണ്. ആ മിഡിൽവെയറിനകത്ത് ഡേറ്റാബേസ് മിഡിൽവെയർ ഉണ്ട് അല്ലെ. ഈ ഡേറ്റാബേസ് മിഡിൽവെയർ വി ആർ ഹാവിംഗ് ODBC നമ്മൾ കേട്ടു. then we are having the Java database connectivity. ഇത് കൂടാതെ RPC മിഡിൽവെയർ, RMA, കോർബെ ഒക്കെ ഏതിന് എക്സാമ്പിൾ ആണ്, മിഡിൽവെയർസിനും എക്സാമ്പിൾ. അപ്പൊ മിഡിൽവെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സോഫ്റ്റ്വെയറിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരാളാണ്, സോഫ്റ്റ്വെയറുകളുടെ ഇടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത് മിഡിൽവെയർ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നമ്മൾ എടുത്തു, ഏതാണ്, ഡേറ്റാബേസ് മിഡിൽവെയർ എടുത്തു. ഡേറ്റാബേസ് മിഡിൽവെയർ എടുത്തപ്പോൾ നമുക്ക് എന്താണ്, വി ആർ ഹാവിംഗ് ODBC കണക്ടിവിറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ജാവ ഡേറ്റാബേസ് കണക്ടിവിറ്റി നമ്മൾ കണ്ടു. ഇതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്, മിഡിൽവെയറിന് എക്സാമ്പിൾ ആണ്. ഇത് കൂടാതെ നമ്മൾ ജാവയിൽ നമ്മളുടെ ഏതുണ്ട്, വി ആർ ഹാവിംഗ് RPC, റിമോട്ട് പ്രൊസീജിയർ കോൾ ഉണ്ട് അല്ലെ, അതൊരു മിഡിൽവെയർ ആണ്. അതിനകത്തെ വി ആർ ഹാവിംഗ് RMI, റിമോട്ട് മെത്തേഡ് ഇൻവൊക്കേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോമൺ ഒബ്ജക്ട് റിക്വസ്റ്റ് ബ്രോക്കർ ആർക്കിടെക്ചർ, കോർബ പോലത്തെ ആർക്കിടെക്ചേഴ്സിലും നമ്മൾക്ക് എന്താണ്, ആ മിഡിൽവെയർ എന്നുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് മിഡിൽവെയർ ഈസ് അഗെയിൻ അനദർ കോമ്പണന്റ് ഓഫ് വിച്ച് വൺ, ദ സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇനി നമ്മുടെ സിക്സ്ത് കോമ്പണന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ബയോസ്. നമ്മളുടെ സിസ്റ്റത്തിനെ ബൂട്ട് ചെയ്ത് വരുന്നു, റൈറ്റ്. ആ ബൂട്ട് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഫേംവെയർ ആണ് ഇത് ബയോസ്. ബയോസ് സ്റ്റാൻഡ്സ് ഫോർ വാട്ട്, ദ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. നമ്മൾക്ക് ഏതൊക്കെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളാണ് നമ്മുടെ ഹാർഡ്വെയറുമായിട്ട് നമുക്ക് സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത്, അതെല്ലാം പ്രോപ്പർലി വർക്കിംഗ് ആണോ അല്ലെ. പോസ്റ്റ് പോലത്തെ ടെസ്റ്റ് ഉണ്ട് അല്ലെ,
ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് വരുന്ന ആരുടെ സപ്പോർട്ടോട് കൂടിയാണ്? ബയോസിന്റെ സഹായത്തോടു കൂടിയാണ്. ആ ബയോസ് എന്ന് പറയുന്നതും എന്താണ്? ഇറ്റ്സ് അഗൈൻ അനദർ കോമ്പണന്റ് ഓഫ് വിച്ച് വൺ? സിസ്റ്റം സോഫ്റ്റ്വെയർ. റൈറ്റ്? ദെൻ വി ആർ ഹാവിംഗ് ഷെൽസ് ആൻഡ് GUI. അപ്പം ഷെൽ പ്രോഗ്രാമിംഗ് നിങ്ങൾക്കറിയാം അല്ലെ? നമുക്ക് രണ്ട് രീതിയിലാണ് നമുക്ക് പ്രോഗ്രാം. നമുക്ക് ഒന്നെങ്കിൽ കമാൻഡ് ലൈൻ, നിങ്ങൾ ഡോസ് പോലത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണ്ടു കാണാം അല്ലെ? വിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഐ ഹാവ് മെൻഷൻ റിഗാർഡിംഗ് ഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നിങ്ങൾ ഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഡോസിൽ നമുക്കത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? നമ്മൾ കമാൻഡ്സ് കൊടുക്കണം എല്ലാത്തിനും അല്ലെ? നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ പോയി നിന്നുകൊണ്ട് യു ഹാവ് ടു ഗിവ് സം കമാൻഡ്സ്, ദെൻ ഓൺലി യു ക്യാൻ വർക്ക് ഓൺ വിച്ച് വൺ? ദിസ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നേരെ മറിച്ച് അപ്പൊ അത് ഏത് ലൈനാണ്? അത് ഏത് മോഡാണ്? ഇറ്റ്സ് കമാൻഡ് ലൈൻ ഇന്റർഫേസ്. അത് യൂസ് ചെയ്യുന്നത് എന്താണ്? കമാൻഡ് ലൈൻ ഇന്റർഫേസ് ആണ്. നേരെ മറിച്ച് നമുക്ക് വിഷ്വൽ ഇന്റർഫേസും പോസിബിൾ ആണ്. വിഷ്വൽ ഇന്റർഫേസ് ആണ് നിങ്ങൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ OS എല്ലാം എന്താണ്? നിങ്ങൾക്ക് മൗസ് വെച്ച് ഡ്രാഗ് ചെയ്യാം, ഡ്രോപ്പ് ചെയ്യാം അല്ലെ? റൈറ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം പലതും. അങ്ങനെ വരുന്ന ഓപ്ഷൻസ് എല്ലാം എന്താണ്? അതൊരു വിഷ്വൽ ഇന്റർഫേസ് ആണ്. അപ്പം വി ആർ ഹാവിംഗ് ഷെൽസ് ആൻഡ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. ദാറ്റ്സ് അഗൈൻ അനദർ കോമ്പണന്റ് ഓഫ് വിച്ച് വൺ? സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പം ഈ ഷെൽസും അതെന്തിനു വേണ്ടിയിട്ടുള്ള ഷെൽസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? കമാൻഡ് ലൈൻ ഇന്റർഫേസ്, കമാൻഡ്സ് കൊടുക്കണം വർക്ക് ചെയ്യാൻ. എന്നാൽ വിഷ്വൽ ഇന്റർഫേസ് ആകുമ്പോൾ നമുക്ക് എന്താണ്? വിഷ്വൽ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ്. അതും ഏതിനകത്ത് വരുന്നു? ദാറ്റ് കംസ് അണ്ടർ ദ നെക്സ്റ്റ് കോമ്പണന്റ് ഓഫ് വിച്ച് വൺ? സിസ്റ്റം സോഫ്റ്റ്വെയർ. ആൻഡ് ഫൈനലി വി ആർ ഹാവിംഗ് സിസ്റ്റം ലൈബ്രറീസ്. ഈ സിസ്റ്റം ലൈബ്രറീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് pre-written code that provide essential functions and services to both operating system and applications. അപ്പം ഇത് pre-written code ആണ്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും മറ്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനും എന്താണ്? ഇറ്റ് വിൽ പ്രൊവൈഡ് സം ഫങ്ഷൻസ് ആൻഡ് സർവീസസ്. പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ആര്? ഈ സിസ്റ്റം ലൈബ്രറീസ്. ആ സിസ്റ്റം ലൈബ്രറീസും ഏതിനകത്ത് വരുന്നു? ദാറ്റ് കംസ് അണ്ടർ ദ കോമ്പണന്റ്സ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പൊ നമ്മൾ ക്ലാരിറ്റിയിൽ തന്നെ ഡിസ്കസ് ചെയ്തു ഏതാണ് നമ്മളുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ കോമ്പണന്റ്സ്. അപ്പൊ ആദ്യത്തെ കോമ്പണന്റ് എന്തായിരുന്നു? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. റൈറ്റ്. വാട്ട് ഇസ് ദ സെക്കൻഡ് കോമ്പണന്റ്? ഇറ്റ് ഇസ് എ ഡിവൈസ് ഡ്രൈവർ. Third one, utilities. Fourth one, language translator. Fifth one, middleware. Sixth one, BIOS. The seventh one, it is shell as well as GUI. And the eighth one, it is system libraries. So these are the major components of what? This system software. അപ്പം ഇത്രയും നമുക്കൊരു ഇൻട്രൊഡക്ഷൻ നിന്നുകൊണ്ട് ഇനി നമുക്ക് എന്താണ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒന്ന് രണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദാറ്റ്.